കർദിനാൾ പാറക്കാട്ടിൽ ഒരു ജാതീയ സഭ വിഭാവനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം വസ്തുതയുണ്ട്. കർദിനാൾ സംഘത്തിൽ സിറോ മലബാർ സഭയ്ക്ക് പ്രാതിനിധ്യം നൽകുന്നതിനായി സഭയിൽ നിന്ന് ആദ്യമായി ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് എറണാകുളം മെത്രാപ്പൊലിത്തായിരുന്ന മാർ ജോസഫ് പാറക്കാട്ട്. സിറോ മലബാർ സഭയിലെ വിമത വിഭാഗം തങ്ങളുടെ താത്വിക ആചാര്യനായി പരിഗണിക്കുന്നതും പിതാവിനെ തന്നെയാണ് പാറക്കാട്ടിൽ പിതാവ്. റീത്ത് അടിസ്ഥാനത്തിലുള്ള വ്യക്തിസഭയ്ക്ക് പകരം ജാതി അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിസഭ വിഭാവനം ചെയ്ത വ്യക്തിയായിരുന്നു പാറക്കാട്ടിൽ പിതാവ്. കത്തോലിക്ക സഭയിൽ വിവിധ വ്യക്തിസഭകൾ നിലകൊള്ളുന്നത് ആരാധനാ രീതി, ആത്മീയ പൈതൃകം, സഭാ ശിക്ഷണക്രമം, ദൈവശാസ്ത്രം ഇവയിൽ വ്യത്യാസം പുലർത്തുന്ന വിവിധ റീത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. കർദിനാൾ പാറക്കാട്ടിലാകട്ടെ ഇന്ത്യയിലെ സഭയ്ക്ക് മുഴുവനായി ഒരു ഇന്ത്യൻ റീത്ത് മതി എന്ന് വാദിക്കുന്ന ഏക റീത്ത് വാദത്തിന്റെ വക്താവ്. ഏകറീത്വവാദം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹം പക്ഷേ എറണാകുളം എന്ന ഒരു സ്ഥലത്ത്, എറണാകുളം, വരാപ്പുഴ, കൊച്ചി എന്നിങ്ങനെ വിവിധ രൂപതകൾ നിലകൊള്ളുന്നതിനെ ഒരിക്കലും എതിർത്തില്ല. എന്താണ് കാരണം? പറയാം. ഇത് മാത്രമല്ല, റോമൻ കത്തോലിക്ക രൂപതകളിൽ നിന്ന് വ്യത്യസ്തമായി നിലകൊള്ളുന്ന എറണാകുളം രൂപതയുടെ വലിയ അഭ്യുദയകാംക്ഷിയായിരുന്നു അദ്ദേഹം. സുറിയാനി പൈതൃകത്തോടുള്ള സ്നേഹം മൂലമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വ്യത്യസ്തമായ സഭയായി നിലകൊള്ളണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ കർദിനാൾ പാറക്കാട്ടിലിന്റെ ആരാധന ക്രമവീക്ഷണം കൂടി മനസ്സിലാക്കണം. സിറോ മലബാർ സഭയെ സുറിയാനി സഭ എന്ന സ്വത്വബോധത്തിൽ നിന്നും അടർത്തി ബ്രാഹ്മണ സഭയാക്കി മാറ്റാൻ പരിശ്രമിച്ച വ്യക്തിയാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇതേ കർദിനാൾ പാറക്കാട്ട്. അദ്ദേഹം സാംസ്കാരിക അനുരൂപണം എന്ന ഓമന പേര് ആരാധനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങൾ എല്ലാം ഉത്തരേന്ത്യൻ ബ്രാഹ്മണ ആചാരങ്ങളായി. അവയ്ക്കൊന്നും കേരളത്തിന്റെ സംസ്കാരമായോ ദ്രാവിഡ സംസ്കാരമായോ ഒരു പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. സുറിയാനി ദ്രാവിഡ പ്രതീകങ്ങൾ നശിപ്പിച്ച് പകരം ഇന്ത്യൻ എന്ന പേരിൽ, ഒറ്റ റീത്ത് എന്ന പേരിൽ ബ്രാഹ്മണ പ്രതീകങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ ആശയഗതി പിന്താങ്ങുന്നവരെ കൊണ്ട് എറണാകുളം വൈദികർക്ക് ക്ലാസുകൾ എടുപ്പിച്ചു, ബോധവൽക്കരിച്ചു. എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക ഭാരതീയ പൂജ എന്ന പേരിൽ ബ്രാഹ്മണ പൂജാവിധികളോടെ ചടങ്ങുകൾ നടത്തി. സിറോ മലബാർ സഭയിൽ ആശയഗതികളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒന്ന്, സുറിയാനി പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ സഭയെ നിലകൊള്ളണം എന്ന് ചിന്തിക്കുന്നവരും, രണ്ട്, ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സഭയായി നിലകൊള്ളണം എന്ന് ചിന്തിക്കുന്നവരും. ഇതിൽ രണ്ടാമത്തെ ജാതീയ വിഭാഗത്തിന്റെ താത്വിക ആചാര്യം തന്നെയാണ് പാറക്കാട്ടിൽ. സുറിയാനി ചിന്തയുടെ അല്ല. എന്തിന്റെ പേരിലാണ് പിതാവ് വരാപ്പുഴ രൂപതയിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നത് എന്ന് എറണാകുളം വിമത വിഭാഗത്തോട് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരമില്ല. കാരണം തങ്ങൾ ഉന്നത കുല ജാതരാണെന്നൊരു മിഥ്യാബോധം ഇപ്പോഴും ഈ വിമതർക്കുണ്ട്. സുറിയാനി പൈതൃകത്തെ വെറുക്കുകയും ലത്തീൻ പൈതൃകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന വിമതർ കേരളത്തിലെ ഉയർന്ന ജാതി തങ്ങളാണെന്ന ധാരണയിൽ ലത്തീൻ സഭയിൽ ചേരാതെ സുറിയാനി സഭയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. സുറിയാനി സഭയിൽ അള്ളിപ്പിടിച്ച് കിടക്കുകയും ജാതീയപരമായ ഒരൊറ്റ റീത്ത്, ഏകീകൃത റീത്ത് വേണമെന്ന് പറയുകയും ബ്രാഹ്മണ ആചാരങ്ങൾ, ഉത്തരേന്ത്യൻ, അതും കേരളത്തിലെയല്ല, ഉത്തരേന്ത്യൻ ബ്രാഹ്മണ ആചാരങ്ങളൊക്കെ തങ്ങളുടെ പ്രാർത്ഥനകളിലും ചടങ്ങുകളിലുമൊക്കെ പ്രാർത്ഥികമാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ അങ്ങനെ ചെയ്യുകയും പാറക്കാട്ടിൽ പിതാവ് ചെയ്ത് കാട്ടുകയും അങ്ങനെ ഈ വിമതർ മനസ്സുകൊണ്ട് തങ്ങൾ ഉന്നത കുലജാതരാണെന്നും തങ്ങൾ ബ്രാഹ്മണർക്കും അപ്പുറത്താണെന്നും തങ്ങൾ ജാതീയ സംഘടനയെ നിലകൊള്ളണമെന്നും വ്യത്യസ്ത റീത്തായി തന്നെ നിലകൊള്ളണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഇതാ ഇതുവരെ എത്തി പടുകുഴിയിൽ വീണ് കഴിഞ്ഞു. ഇനി പാറക്കാട്ടിൽ പിതാവ് വന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുമോ എന്നാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം